Hello guys, welcome back to my another vlog. അപ്പോൾ ഇന്നത്തെ ഡേയുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ മുന്നേ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ നവരാത്രിയുടെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ 2 ദിവസം ഉണ്ട് കേട്ടോ, ഇന്നും ഉണ്ട് നാളെ ഉണ്ട്. അപ്പം ഞാൻ വെച്ചൊരു വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു, നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാൻ വിചാരിച്ചു. ഇവിടെ എന്തൊക്കെയാണ് ഫെസ്റ്റ് നടക്കണമെന്നുള്ളത് നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ എന്താ നടക്കണമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ദേ ധനിക്കുട്ടീനെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഈ ഒരു അടിപൊളി ഫ്രോക്ക് അല്ല ധനുവി? ആര് മേടിച്ചെന്ന ഫ്രോക്കാ? ആര് മേടിച്ചെന്ന ഫ്രോക്കാ? അപ്പച്ചി മേടിച്ചെന്ന ഫ്രോക്കാണോ? അപ്പച്ചി ഋഷി ചേട്ടായി മേടിച്ചെന്ന ഫ്രോക്കാണോ? ചേട്ടാ എവിടെ? ചേട്ടാ വിളിക്ക്. താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേട്ടാ. അങ്ങനെ ദേ തനിക്കുട്ടി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. തനിക്കുട്ടിയുടെ ഹെയറും കൂടെ ഒന്ന് വൃത്തിക്കൊന്ന് കെട്ടിക്കൊടുക്കണം. ഇനി എനിക്ക് റെഡി ചെയ്യാനുണ്ട്. ഞാൻ ഈ ഒരു കോലത്തിൽ നിൽക്കുകയാണ്. ഇങ്ങനത്തെ ഹെവി ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേന് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ എന്തായിരുന്നു കരയുന്നുണ്ടോ? എല്ലാവരും കാണും. ഓക്കെ, അപ്പം നമുക്ക് റെഡി ആവാം. ഓക്കെ, വായോ തന്വി വാ. ഇനി ഏറ്റവും വലിയൊരു കാര്യമാണ് എന്ത് ഡ്രസ്സ് ഇടും, ഏത് ഔട്ട്ഫിറ്റ് എടുക്കണം. കുറേ ചുരിദാറുകളും കുറേ ഹെവി ഡ്രസ്സൊക്കെ ഇരിപ്പുണ്ട് കയ്യിൽ. കുറേയൊക്കെ നാട്ടിലാണ്. അപ്പോൾ ഞാൻ തപ്പിപ്പിടിച്ചതേ ഈ ഒരു സൽവാർ എടുത്തിട്ടുണ്ട്. ഈ ഒരു സൽവാർ ഞാൻ നമ്മുടെ പ്രഗ്നൻസി സമയത്ത് ഞാൻ അങ്ങോട്ടോ മേടിച്ചൊരു ഡ്രസ്സാട്ടോ. കല്യാണിന്നോ ജയലക്ഷ്മി നമ്മുടെ നാട്ടിൽ എടുത്തൊരു ഡ്രസ്സാണ്. ഇതിൻ്റെ സൈസ് XXL അങ്ങോട്ടായിരുന്നു. ഭയങ്കര വലുതായിരുന്നു. ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഇട്ടപ്പോൾ തന്നെ എനിക്ക് അത് വലുതായിരുന്നു കേട്ടോ. കുറച്ച് വലുപ്പം എനിക്ക് വയറൊന്നും ടൈറ്റ് ആവാതിരിക്കാൻ വേണ്ടി നോക്കി മേടിച്ച ഒരു ഡ്രസ്സായിരുന്നു. ചില സമയത്ത് ഞാൻ ടോപ്പ് എടുക്കുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക, സൽവാർ എടുക്കുന്ന സമയത്ത് എനിക്ക് പാൻറ്റ് കറക്റ്റായി വരില്ല. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ എനിക്ക് ചിലപ്പോൾ വരാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കൊണ്ടുപോയി അതിനെ ഒന്ന് സൈഡൊക്കെ അടിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് എൻ്റെ നല്ല പൈസ മേടിച്ചു കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 800 900 കൊണ്ട് അടുപ്പിച്ച് എൻ്റെ നിന്ന് മേടിച്ചു ഒരു സൈഡ് അടിക്കാനായിട്ട്. അതായത് മൊത്തം അവർ പറഞ്ഞാൽ ഒരുപാട് വലുതാണ്. അപ്പോൾ അതിനൊക്കെ സമയം എടുക്കും ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ഷേപ്പാക്കി തരാൻ നോക്കിയിട്ട് അത് ഇങ്ങനെയാണ് എനിക്ക് ഷേപ്പാക്കി തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ ഞാനൊരു സൽവാർ എടുത്തു. അയണൊക്കെ ചെയ്ത ശേഷം തനിക്കുട്ടിക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് കണ്ടിട്ടുണ്ടാകും. തനിക്കുട്ടിക്ക് തീരെ ഇഷ്ടമായില്ല. കാരണം ഒന്നാമത്തെ കാര്യം അവൾക്ക് ഞാൻ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതുകൊണ്ട് അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് ഇങ്ങനത്തെ ഹെവി ഡ്രസ്സൊക്കെ എനിക്ക് കുഞ്ഞിലെ എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു. കുറച്ച് ഹെവി ഡ്രസ്സ് ഇടുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. ഞാനും അങ്ങനെയായിരുന്നു പണ്ട്. എനിക്ക് ഭയങ്കര ഹെവി ഡ്രസ്സ്, മാല, കമ്മല്, വള ഇങ്ങനെ ഒന്നും ഇടുന്ന ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ഞാൻ പഠിച്ച സ്കൂള് വച്ചിട്ടാണോ എന്ന് എപ്പോഴും അമ്മ ഇങ്ങനെ പറയാറുണ്ട്. ഞാനൊരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അവിടെ ഇങ്ങനെ ഹാങ്ങിങ് കമ്മല്, പൊട്ടൊക്കെ ചെറിയ പൊട്ടേ പാടുള്ളൂ, സ്റ്റഡ് കമ്മലേ പാടുള്ളൂ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെനിക്ക് എന്തോ ഭയങ്കരമായിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ നടക്കുന്ന ആളായിരുന്നു. സ്റ്റഡ് അല്ലാണ്ട് ഞാൻ ഹാങ്ങിങ് ഇടില്ല. എനിക്ക് ഹാങ്ങിങ് ഇടുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ, അങ്ങനത്തെ ഒരു ആളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങ് മാറി. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അങ്ങ് സ്കൂളിൽ നിന്നൊക്കെ പോയ ശേഷം +1 +2 ഒക്കെ ആയപ്പം ഞാൻ ഒരുപാട് മാറി. നല്ലതായിട്ട് ഒരുങ്ങി നടക്കാനൊക്കെ എനിക്ക് അന്നേരം, അല്ലെങ്കിൽ ഒരുങ്ങി നടക്കാനൊക്കെ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് വലിയ കമ്മലും മാലയൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. ഹെവി ഡ്രസ്സ് ഇടുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരാളായിരുന്നു. പിന്നെ അതങ്ങ് മാറി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നൊരു സിമ്പിൾ ലുക്കാണ്. ഒരു ഫൗണ്ടേഷൻ ഒന്നുമില്ല, നമ്മുടെ എന്താ പറയുക കൺസീലർ വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടൊരു മേക്കപ്പ് ഒന്ന് ഫിനിഷ് ചെയ്യണം. കാരണം എനിക്കറിയില്ല ബാക്കിയുള്ളവർ എങ്ങനെയാണ് ഒരുങ്ങി വരുന്നത് എന്നുള്ള രീതിയിലൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ എല്ലാം മറാഠികളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പൂനെ ബേസിക്കലി മറാഠിയാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, എനിക്കറിയില്ല അവിടെ ഞാൻ പൂനെയിലുള്ള ആരെങ്കിലും ഇത് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ഇവിടുത്തെ എങ്ങനെയാണ്. പറഞ്ഞു കേട്ടിടത്തോളം മനസ്സിലായത് മറാഠികൾ ഇങ്ങനെ ആരെയും കൂട്ടില്ല. സൗത്ത് ഇന്ത്യൻസിനാണെങ്കിലും നോർത്ത് ഇന്ത്യൻസിനാണെങ്കിലും അവരങ്ങനെ അവരുടെ ഗ്യാങ്ങിൽ കൂട്ടാറില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ പൂനെയിൽ ചോദിച്ച മിക്ക മലയാളീസിൻ്റെ അടുത്തും ഒക്കെ അവർ പറഞ്ഞത് അങ്ങനെ കേട്ടോ. അവർ ഒരു കാര്യത്തിലും നമ്മളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കില്ല എന്നൊക്കെയാണ് ഒരു ധാരണ. എനിക്കറിയില്ല ഇവിടെ പൂനെ നിന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ അനുഭവം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
അങ്ങനെ ദേ ഞാൻ റെഡിയായി കഴിഞ്ഞു. ദേ ലാസ്റ്റ് എൻ്റെ ഹെയറും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ കണ്ണാടി വിട്ട് മാറൂല കേട്ടോ. അങ്ങോട്ട് തിരിയുക, ഇങ്ങോട്ട് തിരിയുക, അങ്ങോട്ട് തിരിയുക, അത് തന്നെയാണ് കുറച്ച് സമയം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മതിയാവും, പിന്നെ അങ്ങ് മാറും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഫംഗ്ഷനിലേക്ക് പോവാം. എന്താണ് അവിടെയുള്ള കാഴ്ച ഒന്ന് കാണാം. അങ്ങനെ നമ്മുടെ പനിക്കുട്ടി നമ്മൾ റെഡിയായി. ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ്. അയ്യാ കാണിച്ചു തരാം. നമ്മുടെ പനിക്കുട്ടി വീണ്ടും അപ്പിയിട്ടിരിക്കുന്നു. തനിക്കുട്ടി എവിടെയെങ്കിലും പോകാനായിട്ട് നമ്മൾ റെഡിയായി നിൽക്കുമ്പോഴത്തേന് കാര്യം സാധിക്കും. എപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ ശ്രീ ഞാൻ റെഡിയായി നിൽക്കല്ലേ, വീഡിയോസൊക്കെ എടുക്കല്ലേ വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ശ്രീ എന്നെ എടുത്തിട്ട് പോയി അവളെ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ സൽവാർ. നമ്മൾ റെഡിയായി ഇതേ പോവുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. അതായത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ വെച്ചാൽ നമ്മുടെ ഡോറിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ലിഫ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ സൈഡിലൊരു ഡോറ് വരുന്നുണ്ട്. ആ ഡോറ് തുറക്കുമ്പോഴത്തേന് ചെറിയൊരു ഡോറ് കാണാം. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ എന്ത് വേസ്റ്റ് ആണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ എന്ത് വേസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇട്ടിട്ട് ഒരു നീറ്റായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിനെ വേസ്റ്റ് ഡക്റ്റ് എന്നാണ് പറയുന്നത്, വേസ്റ്റ് ഡക്റ്റ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇത് ദുബായിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ, എനിക്കറിയില്ല എല്ലാ സ്ഥലത്തും അങ്ങനെയാണോ, എൻ്റെ ചേട്ടൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ അവർക്ക് ഇങ്ങനത്തെ സിസ്റ്റം ആയിരുന്നു കേട്ടോ. അത് കുറച്ചുകൂടെ ആ ഡോറൊക്കെ ഇത് വുഡിൻ്റെ ഇതില്ല, അവിടെ കുറച്ച് സ്റ്റീലൊക്കെ വെച്ചിട്ട് കുറച്ച് വൃത്തിയുണ്ട് കാണാനായിട്ട്. അത്രേ ഉള്ളൂ വ്യത്യാസം. അതിന് കുറച്ച് വേസ്റ്റ് കളയാനുണ്ടായിരുന്നു, അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ദേ നമ്മൾ റെഡിയായി ദേ നമ്മൾ പോവാണ് പരിപാടി കാണാനായിട്ട്. ഇനി നമ്മൾ കാണിച്ചു തരാം എന്താണെന്നുള്ള സംഗതി. നമ്മൾ ഉദ്ദേശിച്ച നമ്മളെ മുന്നേ താമസിച്ച സ്ഥലത്തുള്ള BBTPയിലെ ആഘോഷം പോലെ ഒന്നും ഇവിടെ ഇല്ല ഗൈസ്. ഇതാണ് ഇവിടുത്തെ സ്റ്റോളും ഇവിടുത്തെ സ്റ്റേജും. എടുക്കണ്ടേ നമ്മളെ തോൽവിയില്ലല്ലോ. പക്ഷെ എന്നാലും നോക്കി നമ്മളെ ഗുജറാത്തിലും BBTPയിലൊക്കെ വെച്ച് എന്തോരം ആഘോഷമല്ലേ. ശരിക്കും റെഡിയായി വരുന്നുണ്ട്. BBTP പോകും, ഡൽഹിയിൽ പോകും. എന്നിട്ട് അവിടെ ചെന്നു ദാണ്ടി ആവുന്ന സമയം നമ്മൾ ഗുജറാത്തിൽ പോകും. ദിവാലി ആവുന്ന സമയം നമ്മൾ ഡൽഹി പോകും. ഓക്കെ, വെരി നെഹലിൻ്റെ ഫ്ലാറ്റിൽ. ലോട്ടി വെച്ച് നടത്തേണ്ട പരിപാടിയാണോ ഇത്? ആ ലോണിലൊക്കെ നടത്തണ്ടേ ഇത്ര നല്ല സെറ്റപ്പ് ആയിട്ട്? നിന്നെ എന്തിന് ഇത്ര വലിയ ലോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം ഇവിടെ? ഈ പാർക്കിംഗ് ലോട്ടി വെച്ച് നടത്തുമ്പോ തന്നെ അതിന്റെ ഒരു ഇത് പോയില്ലേ? ആര് വന്ന് കാണും പാർക്കിംഗ് ലോട്ടിൽ? ഒരുമാതിരി അവിടെയൊക്കെ പട്ടി അപ്പിടിപ്പിക്കാൻ കൊണ്ടുപോകണ സ്ഥലമാണ്. അവിടെ കൊണ്ടാണ് പരിപാടി വെച്ചേക്കുന്നത്. എന്തോന്നു ന്യൂസ് നമ്മൾ ദർശനത്തിലും BBTPയിലും കണ്ട, പിന്നെ എന്തോന്നാണ് ഇത്? നമ്മൾ എന്നിട്ട് അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് പോയത്. അവിടെയൊക്കെ എന്തോന്ന് തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പേ അവിടെ പരിപാടി
ഫുഡാണെങ്കിൽ ഞാൻ വിചാരിച്ച അറ്റ്ലീസ്റ്റ് വെളിയിൽ നിന്നുള്ള ആൾക്കാർ, ഇത് വീട്ടിൽ ഉണ്ടാക്കി കൊണ്ടുവന്നേക്കണു ന്യൂസ്. പാനിപ്പൂരി എന്തോന്ന് പാനിപ്പൂരി, എന്താടാ പാനിപ്പൂരി? നമ്മളിപ്പോ BP വെച്ച് കഴിച്ചത് എന്തോന്ന് സാധനം അത്. ഡൽഹി ഒരുപാട് മിസ് ചെയ്യണു ന്യൂസ്. ആകെ അവിടെ പൊല്യൂഷനും എന്തോന്ന് കുറെ ട്രാഫിക്കും ഉണ്ടെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ നീ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ ഭയങ്കര ലൈവ്ലി ആൾക്കാരായിരുന്നു. വളരെ സങ്കടത്തോടെയാണ് നമ്മളിത് ആ ഇവൻറ്റിന് നിൽക്കാണ്ട് നമ്മൾ ഇറങ്ങി തൊട്ട് ഒരു മോളിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ അടുത്തുള്ളൊരു മോളിലേക്ക്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള. ഞാൻ ഭയങ്കരമായിട്ട് ഗുരുഗ്രാമൊക്കെ മിസ് ചെയ്യുന്നു. ഗുരുഗ്രാം ആയിക്കോട്ടെ, അതിന് മുന്നേ ഉള്ള എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഞാൻ ഗുരുഗ്രാം തന്നെയാണ്. കാരണം അവിടുത്തെ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ നവരാത്രി ഫെസ്റ്റൊന്നും ശരിക്കും ഗുരുഗ്രാമിൽ നമ്മൾ കണ്ടിട്ടില്ല. കാര്യം അതൊക്കെ കഴിഞ്ഞാണ് നമ്മളവിടെ വന്നത്, ഗുരുഗ്രാമിൽ നമ്മൾ വന്നത്. പക്ഷെ അവിടെ ഇപ്പം നടക്കുന്ന ഫെസ്റ്റ് അവിടെ 10 ദിവസം അവിടെ ഫങ്ഷനാണ്. ഇവിടെ പക്ഷേ 2 ദിവസമാണെങ്കിലും ആരുമില്ല. ഇവിടെ ഭയങ്കര എന്തോ എനിക്കറിയില്ല, നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നമല്ല, ആരും ലൈവ്ലി ആയിട്ട് ആരെയും കാണുന്നില്ല കേട്ടോ. ഇനി ഒരു ദിവസം കൂടെ ഉണ്ട്, ആ ദിവസം എന്താണെന്ന് നോക്കാം, പിറ്റേ ദിവസം കൂടെ ഉണ്ട്. പക്ഷേ ആരും അത്ര ലൈവ്ലി പീപ്പിൾ അല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പൊതുവേ എനിക്കറിയില്ല, മറാഠി പീപ്പിൾ ആളുകൾ എങ്ങനെ നോർത്ത് ഇന്ത്യൻസിനോടും സൗത്ത് ഇന്ത്യൻസിനോടും ഭയങ്കര സൽക്കരണം ഒന്നും, ദേ ആർ നോട്ട് വെൽക്കമിങ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, നോർത്ത് ഇന്ത്യൻസ് അങ്ങനെയല്ല. ബിക്കോസ് എനിക്ക് ഗുരുഗ്രാമിലൊക്കെ നല്ല ഫ്രണ്ട്സുകളുണ്ട്, അവരൊക്കെ ഭയങ്കര വെൽക്കമിങ് ആണ് നമ്മളൊക്കെ. പക്ഷേ ഇവിടെ എന്തോ വന്നിട്ട് നമ്മൾ ആകെ കുറച്ച് 2-3 ദിവസം കുറച്ച് ദിവസമൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഭയങ്കര വിഷമം തോന്നി. ഭയങ്കരമായിട്ട് ഈ ഒരു ഇവൻറ്റ് കണ്ടപ്പോൾ അവിടെയും വെച്ച് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ആരും ഉണ്ടായിരുന്നില്ല. അതും അവരാണ് നടത്തിയ സ്ഥലം. ബേസിക്കലി അവിടെ എല്ലാവരും ആ ഒരു കാർ പാർക്കിംഗ് ഏരിയയിലൊക്കെ ഈ ഡോഗ്സിനെയൊക്കെ മുളിക്കാനൊക്കെ കൊണ്ടുവരും കേട്ടോ, മുളിക്കാനും അപ്പിടാനൊക്കെ. അതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഇവൻറ്റ് ഇത് ഭയങ്കര ഒരു ശുദ്ധമായിട്ടുള്ളൊരു ഇവൻ്റ് അല്ലേ ഗർബ എന്നൊക്കെ പറയുന്നത്. ഭയങ്കര നമ്മുടെ ദൈവത്തിനെയൊക്കെ ഒരു പൂജയൊക്കെ ചെയ്ത ശേഷമാണ് ഈ ഗർബ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനൊരു സ്ഥലത്ത് ചേർത്ത് ഭയങ്കര വിഷമം തോന്നി. എന്തോ എനിക്ക് ഞാൻ ഭയങ്കര മൂഡ് ഓഫായി. ശ്രീക്കും ആകെ വിഷമമായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്കിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് കാര്യം. നമുക്ക് ജോബ് ചേഞ്ച് ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഓരോന്നും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. എനിക്കറിയില്ല ഇനിയുള്ള ഇവിടുത്തെ ഇവൻറ്റ്സൊക്കെ എങ്ങനെയാണെന്നുള്ള അറിയില്ല. ഇപ്പോൾ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. മേ ബി അടുത്ത ദിവസം എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളിതേ വന്നിരിക്കുന്ന ഒരു സീസൺ മോളിലേക്കാണ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മേ ബി ഒരു 10 minutes ഒക്കെ എടുക്കത്തുള്ളൂ. ഞാനിങ്ങനെ ചിരിച്ച് നിൽക്കുന്നെങ്കിലും എനിക്ക് ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട്. എനിക്കറിയില്ല, ഇവിടെ നമ്മൾ ഇത് ഈ നോർത്ത് ഇന്ത്യൻസ് ഇവർക്ക് മാത്രം മനസ്സിലാവുമ്പോഴും ഇത് നോർത്തിൽ നിൽക്കുന്നവർക്കാണ് ഇത് കൂടുതൽ മനസ്സിലാവുന്നത്. കാര്യം അവിടുത്തെ ആഘോഷം എന്തും ഈ ഗുരുഗ്രാമിലൊക്കെ എന്ത് ഇവൻ്റ് വന്നാലും ആഘോഷിക്കാനായിട്ട് നിൽക്കുന്ന ആളുകളാട്ടോ. എനിക്കൊന്നും ഇവിടെ ആർക്കും സമയമില്ലാന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ആരെയും കണ്ടിട്ടൊന്നുമില്ല. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ വിഷമം തീർക്കാനായിട്ട് നമ്മളെത്തി ആ മോളിലുള്ള ബാർബിക്യൂ നേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കയറിയിട്ടുണ്ട്, റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ടുണ്ട്. സ്റ്റിൽ നമ്മുടെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഞാനിങ്ങനെ ശ്രീനെ കുറ്റപ്പെടുത്തുമായിരുന്നു. ശ്രീ കാരണമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പൂനെ ഡെഫിനറ്റ്ലി നല്ല സ്ഥലമാണ്, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. കാലാവസ്ഥയൊക്കെ അടിപൊളിയാണ്. ലൈക്ക് വെതറൊക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ ഗുരുഗ്രാം എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രോബാക്ക് ഉണ്ട്. കാര്യം വെതർ വെച്ച് നോക്കുകയാണെങ്കിൽ പൂനെയുടെ വെതർ ഭയങ്കര നല്ലതാണ്, അടിപൊളി കാലാവസ്ഥയാണ്. നമ്മൾ ഗുരുഗ്രാമിലെ വെതർ ഭയങ്കര മോശമാണ്. കാര്യം തണുപ്പ് വന്നു കഴിഞ്ഞാൽ എക്സ്ട്രീം തണുപ്പാണ്, ചൂട് വന്നു കഴിഞ്ഞാൽ എക്സ്ട്രീം ചൂടാണ്. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. പക്ഷെ രണ്ടിനും ഡ്രോബാക്ക് ഉണ്ട്. നമുക്കറിയില്ല, ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് പൂനെ ഇഷ്ടപ്പെടുമായിരിക്കും. അങ്ങനെ ഇതേ ഫുഡൊക്കെ കണ്ടപ്പോൾ നമ്മളൊക്കെ ഓക്കെ ചെയ്തേ തനിക്കുട്ടീനെ വിളിച്ച് കൊണത്തിട്ട് സ്റ്റാർട്ടേഴ്സൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കോണില്ലേ, നമ്മളിങ്ങനെ കോൺ ഫ്രൈ ചെയ്തെടുക്കില്ല, അതായിരുന്നു. അത് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഭയങ്കര അഡിക്റ്റഡ് ആണ് ഞാൻ. അതിങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കും. അത് കഴിച്ച് തന്നെ വയറ് ഞാൻ നിറയ്ക്കും. അതുകൊണ്ട് സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞു അത് കഴിച്ച് വയറ് നിറയ്ക്കരുത് എന്നുള്ളത്. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്.
പിന്നെ ചിക്കൻ ആയിക്കോട്ടെ, പ്രോൺസ് ആയിക്കോട്ടെ, അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഫിഷ് ആയിക്കോട്ടെ ഭയങ്കര ഞാൻ ഫിഷിനൊക്കെ ഇനി വേറെ ഫ്ലേവർ വരുമോ എന്നൊക്കെ വിചാരിച്ചു. കാരണം കൂടുതലും പുഴമീനാണല്ലോ ഇവിടെ. പുഴമീൻ ഉദ്ദേശിക്കുന്നത് ഈ ടാങ്ക് ഫിഷൊക്കെയാണ് കൂടുതൽ. പക്ഷേ എനിക്കങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ. ചിക്കനൊക്കെ ഫിഷൊക്കെ നല്ലതായിരുന്നു. കോൺ ഉണ്ടായിരുന്നു, മഷ്റൂം ഉണ്ടായിരുന്നു. മഷ്റൂമൊന്നും നമ്മൾ മേടിച്ചില്ല. ചിക്കനും പ്രോൺസും ബാക്കി ഫിഷും ഒക്കെയാണ് കൂടുതലും മേടിച്ചത് കേട്ടോ. അതൊക്കെ അടിപൊളിയായിരുന്നു. ആകെ മോശമായിട്ട് തോന്നിയത് മെയിൻ കോഴ്സാണ്. മെയിൻ കോഴ്സ് അത്ര പോരായിട്ട് തോന്നി. ഞാൻ ബിരിയാണി എടുത്തിട്ടുണ്ടായിരുന്നു. ബിരിയാണിക്കൊന്നും ബിരിയാണിയുടെ ഫ്ലേവറേ ഉണ്ടായിരുന്നില്ല. എന്ത് ബിരിയാണിയാണെന്ന് അറിഞ്ഞൂടാ. അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു. നമ്മൾ അവരോട് പറയുകയും ചെയ്തു കേട്ടോ, ബിരിയാണി കൊള്ളത്തില്ലായിരുന്നു എന്നുള്ള കാര്യം. കുഴപ്പമില്ല എന്നുള്ളൂ ഫുഡ്. നമ്മുടെ നാട്ടിലെ പക്ഷേ മെയിൻ കോഴ്സ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ നമ്മുടെ മെയിൻ കോഴ്സ് അടിപൊളിയാണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ അമ്പലമുക്കിൽ വിൻസെൻ്റ് രാജധാനി എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട്. അവിടുത്തെ ഫുഡ് അടിപൊളി. ഞാൻ 1 ടൈം എങ്ങോട്ടാണ് പോയത്. 1 ടൈമാണ് 2 ടൈമാണെന്നാണ് ഓർമ്മയില്ല. 1 ടൈമാണെന്ന് തോന്നുന്നു പോയത്. നമ്മുടെ ഒരു കസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ രാത്രിയാണ് പോയത്. ബൊഫേ ആയിരുന്നു. അടിപൊളി ഫുഡാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരുടെ ഫുഡൊക്കെ നല്ലതായിരുന്നു. നാടൻ ഭക്ഷണം ആയിക്കോട്ടെ എല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു. അധികം വലിയ റേറ്റും ഇല്ല, പെർ പേഴ്സൺ അത്രയും എമൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാട്ടോ അവിടുത്തെ ഫുഡൊക്കെ നല്ലതായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് മാറിപ്പോയി. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ്. ഡെസേർട്ട് നല്ല കുറച്ച് അധികം ഡെസേർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു. തനിക്കുട്ടിക്ക് ആദ്യമായിട്ടാണ് ഡെസേർട്ടൊക്കെ കൊടുത്തത് കേട്ടോ. അവൾ നന്നായിട്ട് കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ അവൾക്ക് ഇഷ്ടമായില്ല. പിന്നെ അവൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു തന്നു. അങ്ങനെയായിരുന്നു. അങ്ങനെ അവിടെ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് കഴിച്ച് നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം മോളെ നമ്മൾ ചുറ്റി കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. കാരണം നമ്മൾ രാത്രിത്തേക്ക് ഭക്ഷണമൊന്നും വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നല്ല സ്റ്റോളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വല്ല പാനിപ്പൂരി സ്റ്റോൾ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. മറ്റത് എന്താ പറയുക, പൊട്ടറ്റോ ട്വിസ്റ്ററോ അങ്ങനത്തെ ഒരു സ്റ്റോളും കൂടെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അത് രണ്ടും അല്ലാണ്ട് വേറെ ഒന്നും അവിടെ കണ്ടില്ല നമ്മൾ. അപ്പോൾ പിന്നെ പുറത്ത് പോയി കഴിക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ നേരെ മോളിലേക്ക് വന്നത്. നമ്മൾ ഫുഡ് കോർട്ടിൽ നിന്നാണ് കേട്ടോ കഴിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇന്നൊന്ന് മാറ്റി പിടിച്ചേക്കാൻ വിചാരിച്ചിട്ടാണ് ബാർബിക്യൂവിൽ കയറിയത്. ഓക്കെ, അപ്പോൾ തനിക്കുട്ടിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് കഴിച്ച്. ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തനിക്കുട്ടി കഴിഞ്ഞ് അവിടെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തനിക്കുട്ടി ശരിയാവില്ല. അവളുടെ ബില്ലൊക്കെ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. ഇനി തനിക്കുട്ടിക്ക് ഒരു ഡേ കെയറും 2 വയസ്സായാൽ നമുക്ക് പ്രീ സ്കൂളിൽ ചേർക്കാം. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഒരു സ്ഥലം പോയി കണ്ടിട്ടുണ്ടായിരുന്നേ അവൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതങ്ങോട്ട് അത്ര സെറ്റായില്ല. അപ്പം ഞാൻ വേറൊരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോയി നോക്കണം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡേ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പം ഇത്രയുള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ബൈ ബൈ.